മലപ്പുറം ചെമ്മാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഹജ്ജ് ആൻഡ് ഉംറ സർവീസുകൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ദാറുൽ ഈമാൻ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന കമ്പനി ഏകദേശം 100 കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന നിരവധി ആളുകളുടെ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി VP അഫ്സൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം മുൻ യൂത്ത് ലീഗ് നേതാവാണ്. കഴിഞ്ഞ ദിവസം രാജിവെച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ പറയപ്പെടുന്ന ആളുകൾ 2024 ഹജ്ജ് തീർത്ഥാടനത്തിന് നിങ്ങളുടെ കമ്പനി ദാറുൽ ഈമാൻ ട്രാവൽസ് കൊണ്ടുപോകുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് ഉണ്ടായില്ല. ഏകദേശം 100-ലധികം ആളുകളുണ്ട്. മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, വയനാടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവർ പ്രതിഷേധവും നടത്തിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ഹജ്ജ് സീറ്റിൻ്റെ പേരിൽ നിങ്ങൾ വാങ്ങിയെടുത്ത് 8 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 2024 ഹജ്ജുമായി ബന്ധപ്പെട്ട് 200ഓളം ആളുകൾ ഹജ്ജിന് കർമ്മം നിർവഹിച്ചു. 114ഓളം ആളുകൾക്ക് അന്ന് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. മുംബൈയിലെ ഏജൻസിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു അപാകത അത് വലിയൊരു അപകടമായി നമ്മളെ കമ്പനിക്ക് ബാധിച്ചു. അതായത് 200ഉം മൊത്തം 114 ഉൾപ്പെടെ 314 ആളുകളെയാണ് നിങ്ങൾ 2024 ഹജ്ജിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നത്. അതിൽ 200ഓളം ആളുകൾ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഹജ്ജിന് പോയി വന്നു. ഇനി 114 ആളുകൾക്കാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത്. പണം കൊടുക്കാനുള്ളത് നമ്മൾ അതിലൊരു 70ഓളം അല്ലെങ്കിൽ 60ഓളം ആളുകൾക്ക് മാത്രമേ പണം കൊടുക്കാനുള്ളൂ. എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? ഏകദേശം ഒരു 3 കോടി അല്ലെങ്കിൽ 4 കോടിയുടെ 3 കോടിയുടെ അടുത്തുള്ള പണമേ നമുക്ക് കൊടുക്കാനുള്ളൂ. നമ്മൾ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ളൂ. 8 കോടി എന്ന് പറയുന്നത് തന്നെ വളരെ കളവാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ് സംഭവിച്ചത്? ഇവരെ ഹജ്ജിന് കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? മുംബൈയിലെ കമ്പനിയുടെ വിശ്വാസത്തിൽ നമ്മളവിടെ അതിന് മുന്നത്തെ വർഷം അവരാണ് നമുക്ക് എല്ലാവിധ സർവീസുകളും ചെയ്തു തന്നത്. കമ്പനിയുടെ പേര് ഇംതിയാസ് ഇൻ്റർനാഷണൽ എന്ന കമ്പനിയാണ് നമുക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം അവരുടെ 300ഓളം കോട്ടകൾ നമുക്ക് നൽകി. അതിനുള്ള ഡോക്യുമെൻറ്റേഷൻ നമുക്ക് നൽകി. അതിനുള്ള പണമായിട്ട് 2023 ആദ്യ ഗഡുവായിട്ട് 1.5 കോടി രൂപ അവർക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നൽകുകയും ചെയ്തു. പോകുന്ന മെയ് 26-ാം തീയതി നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോളൂ, നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. നമുക്കതിൻ്റെ എല്ലാവിധ ഉറപ്പും നൽകി. ആ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് എടുക്കുകയും സൗദിയിലുള്ള ഹോട്ടൽ ബുക്കിംഗ് എടുക്കുകയും അതുപോലെ തന്നെ ടിക്കറ്റ് എല്ലാം കൈകാര്യം ചെയ്യുകയും വെച്ചു. 26-ാം തീയതി മെയ് 26-ന് 2024 തലേ ദിവസമാണ് പറയുന്നത് ഇതുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂല, ഒരു 4 ദിവസം കൂടി കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ ഇദ്ദേഹം നമ്മൾ അറിയിക്കുന്നത് 114 ആളുകളുടെ ഒഴികെ ബാക്കിയുള്ള ആളുകളുടെ 200ഓളം ആളുകളുടെ അപ്രൂവ് ആയിട്ടില്ല. അതുകൊണ്ട് 200ഓളം ആളുകളുടെ വേറെ സ്ഥലത്തേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് നമ്മെ ഏൽപ്പിക്കുന്നത്. 14ഓളം ആളുകളുടെ പണം 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം ആ രൂപത്തിലായിരുന്നല്ലോ നിങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ഈ പണം മുഴുവനായിട്ട് നിങ്ങൾ ഈ പറയപ്പെടുന്ന മുംബൈയിലെ കമ്പനി കൊടുത്തിരുന്നോ? അല്ല, 5 ലക്ഷം 5.5 ലക്ഷമാണ് നമ്മുടെ കമ്പനിക്ക് പല ഏജൻറ്റുമാർ നൽകിയത്. ഈ ആളുകളൊന്നും നേരിട്ട് നമ്മുടെ കമ്പനിയുമായിട്ടൊന്നുമില്ല, ബന്ധമില്ല, ഇടപാടുകാരല്ല. ഈ പല ഏജൻറ്റുകൾ വഴിയാണ് നമ്മുടെ ഈ സ്ഥാപനവുമായിട്ട് നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്കാണ് നമ്മൾ ഈ ഘട്ടം ഘട്ടമായിട്ട് പല രീതിയിലായിട്ട് പണം കൊടുത്തതും തിരിച്ചു കൊടുത്തതും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാരണം അതിൻ്റെ തലേ ദിവസം നമ്മളുമായിട്ട് കേസിലുള്ള ഒരു ഹാജിയുടെ ഒരു വോയിസ് വരികയാണ്. ഇയാൾ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുകയാണ്, നേരെ ഇയാളെ വീട് പോയിട്ട് സമരം ചെയ്യണം, ഈ അദ്ദേഹത്തെ നാട്ടിൽ. നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ കമ്പനി ഹജ്ജിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് പ്രശ്നമുണ്ടാകാൻ കാരണം എന്താണ്? അതെന്ത് വാദം? പാവപ്പെട്ട ആളുകളെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇവരെ നേരിട്ട് പല ആളുകളെയും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് ആളുകൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഇത് കൊടുക്കണം തന്നെ. കാരണം ഇത് കൊടുക്കാനുള്ള നേരിട്ട് കമ്പനിയുമായി നൽകിയ ആളുകൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ആളുകൾക്ക് 100% നമ്മൾ ഈ പണം തിരിച്ചു കൊടുക്കും. ഈ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതും. ഈ നാട്ടിൽ സമാനമായ രീതിയിലുള്ള നിരവധി വാഗ്ദാനങ്ങൾക്ക് അവർക്ക് ഒരുപാട് തവണ കൊടുത്തു. അവരതിലൊക്കെ തന്നെ വിശ്വസിച്ചു. നിരവധി വലിയ ജനപ്രതിനിധികൾ പോലെയുള്ള ആളുകൾ സമവായ ചർച്ചകൾ നടത്തി. ആ സമയത്ത് അവർ വിശ്വസിച്ചു. പക്ഷേ അതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ പരാതി കൊടുത്തിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ പ്രതിഷേധിച്ചു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇരകൾ പറയുന്നത്. അത് ശരിയായ ഒരു ഇതല്ല. നമ്മുടെ രാഷ്ട്രീയവുമായിട്ട് ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് എന്ന് ഈ പ്രശ്നം ഉണ്ടായോ, എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായോ, അന്ന് മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് എൻ്റെ പാർട്ടി സംവിധാനത്തിൽ ഞാൻ മാറി നിന്നിട്ടുണ്ട്. ഏതായിരുന്നു നിങ്ങൾ പ്രവർത്തിച്ച പാർട്ടി? മുസ്ലിം ലീഗ് ഭാരവാഹി ആയിരുന്നു. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നാട്ടിലെ പൊതുരംഗങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ട്രഷററായിരുന്നു. തിരങ്ങാടി മുനിസിപ്പൽ ട്രഷററായിരുന്നു. വൈറ്റ് ഗാർഡ് കോർഡിനേറ്റർ ആയിരുന്നു. പക്ഷേ ഈ പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് മുതലേ പാർട്ടി പരിപാടികളിൽ നിന്നും
പാർട്ടി മറ്റു എന്ത് പരിപാടികളിൽ നിന്നും ഞാൻ മാറി നിന്നിട്ടുണ്ട്. ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അങ്ങയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അവിടെയുള്ള പാർട്ടി നേതൃത്വം പറയുന്നത്. പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഹിച്ചിരുന്ന ഭാരവാഹിത്വങ്ങൾ അന്ന് തന്നെ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിന് ശേഷമാണ് ഞാൻ രാജി കൊടുത്തിട്ട് ഞാൻ ഇതിൽ നിന്ന് ഞാൻ പാർട്ടിയിൽ നിന്ന് എന്നാണ് രാജിവെച്ചത്? അംഗത്വം രാജിവെച്ചത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ എന്തുകൊണ്ടാണ് രാജിവെച്ചത്? അല്ല, രാജിവെക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഒരു ഇഷ്യൂ നമ്മൾ ഈ സെറ്റിൽമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ വന്നത് നമുക്കത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യം. കാരണം പാർട്ടിയുടെ മൂല്യങ്ങളെ അത് മൂല്യങ്ങൾക്ക് എൻ്റെ പേര് വെച്ചിട്ട് അതൊരു പ്രയാസം ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ നമ്മളൊരു നല്ല പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് എൻ്റെ ചിന്തകളിൽ തോന്നിയ ചിന്തക്കനുസരിച്ച് ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. നമ്മളോട് നിരവധി ആളുകൾ പ്രായമായ ആളുകൾ ഉൾപ്പെടെ വളരെ വിഷമത്തോടെയാണ് അവരുടെ പ്രയാസം പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ പണം നഷ്ടപ്പെട്ടു. അവരെ സംബന്ധിച്ച് ഇനി ഒരു ഹജ്ജിന് പോകണമെങ്കിൽ അത്രയധികം തുക അവർക്ക് സമാഹരിക്കാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിൽ 100% ഞാൻ അവരെ കൂടെയാണ്. അവർ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് സഞ്ചരിക്കേണ്ടത് തന്നെയാണ്. കാരണം എനിക്ക് കിട്ടാനുള്ള ആളുകളിൽ നിന്ന് ഞാൻ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് മറ്റൊരു ജോലിക്കും പോവാതെ ഇതിൻ്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഈ 200ഓളം ആളുകൾ ഹജ്ജിന് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ, ഞാനൊരു തട്ടിപ്പുകാരനാണെങ്കിൽ ഈ 200ഓളം ആളുകളെ എനിക്ക് ഹജ്ജിന് കൊണ്ടുപോകാതെ അവരുടെ പണവും എടുത്ത് എനിക്കെന്ത് ചെയ്യുക, മറ്റു രാജ്യങ്ങൾ, എനിക്ക് 2 രാജ്യങ്ങളെ വിസ ഉണ്ട്, ഒമാൻ, UAE ഒക്കെ വിസ ഉള്ള ആളാണ് ഞാൻ ഇതുവരെ എൻ്റെ വിസയിൽ സഞ്ചരിച്ചിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. യാത്ര ചെയ്യുന്നില്ല, പക്ഷേ ഈ പണം ആവശ്യപ്പെട്ട് ഗതികെട്ട ആളുകൾ ഒടുവിൽ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തുമെന്ന് അവർ പറയുന്നത്. അതൊക്കെ വളരെ മോശമായ സംസാരമാണ്. ഞാൻ ഇന്ന് വരെ ഒരാളുമായിട്ട് ഒരു പ്രയാസവും എൻ്റെ നാട്ടിൽ, നിങ്ങൾക്ക് എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം. ഞാൻ എൻ്റെ ചെറുപ്പകാലം ഏകദേശം 5 വർഷമായിട്ട് പൊതുരംഗത്ത് നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പ്രളയം മുതൽ മറ്റ് പ്രയാസങ്ങളുണ്ടായ സമയത്തും കോവിഡ് ഉണ്ടായ സമയത്തും വൈറ്റ് ഗാർഡിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ ഇന്ന് വരെ നാട്ടിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മുൻ യൂത്ത് ലീഗ് നേതാവ് എന്നിപ്പോൾ വിശേഷിപ്പിക്കാമല്ലോ, ലീഗിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലല്ലോ. സമസ്തയുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള കാളമ്പാട്ട് ഉസ്താദിൻ്റെ മകളായിട്ടുള്ള കീഴ്ശ്ശേരി സ്വദേശിയായിട്ടുള്ള സഫിയ ഉമ്മയെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ നിങ്ങളുടെ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പെന്ന് അവർ ആരോപിക്കുന്ന സംഭവത്തിൽ ഇരയായി എന്നുള്ളതാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അത്ര വലിയൊരു പണ്ഡിതൻ്റെ മകൾ പോലും ഇതിൽ ഇരയാക്കപ്പെടുമ്പോൾ എന്താണ് അവരോടൊക്കെ പറയുന്നത്? ഇതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാളമ്പാടി ഉസ്താദ് എന്ന നമുക്ക് മഹാനാണ്, നമുക്കറിയുന്ന ഉസ്താദാണ്, അറിയപ്പെടുന്ന ഉസ്താദാണ്. കാളമ്പാടി ഉസ്താദ് മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. ഇവരെ കുടുംബം ഇതിലുണ്ട് എന്നുള്ളത് വളരെ അടുത്ത സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. ഈ കാളമ്പാടി ഉസ്താദ് എന്നല്ല, ഇതിൽപ്പെട്ട എല്ലാ ഇരകൾക്കും അഥവാ ബുദ്ധിമുട്ട് ആ പാവങ്ങൾക്കൊക്കെ അവരൊക്കെ ബുദ്ധിമുട്ടുള്ളവർ തന്നെയാണ്. കാളമ്പാടി ഉസ്താദിൻ്റെ ആളുകൾ മാത്രമല്ല, ഇതിൽ ആരൊക്കെ ഇരകളായിട്ടുണ്ടോ? കാരണം ഇതൊരു ചെറിയ സാഹചര്യത്തിൽ, ചെറിയൊരു എമൗണ്ടിൻ്റെ സാഹചര്യമല്ലല്ലോ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ സ്ഥാപനം ഇവർ ആ ചെറിയ സമയം കൊണ്ട് സമരം ചെയ്തു, തല്ലി തകർത്തു, ഓഫീസ് അടച്ചു, 5-6 ബ്രാഞ്ചുകൾ അടച്ചു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവരോട് ആരോടും തിരിച്ച് അങ്ങനെ പ്രതികാരം തിരിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. 100%. എത്ര സമയം എടുത്തു? ഞാൻ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവരുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള, ബാക്കി പണം കൂടി തിരിച്ചു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിന് വർഷത്തിനുള്ളിൽ തന്നെ പണം തിരിച്ചു കൊടുക്കണം. അവരുടെ കണക്കിൽ 8 കോടിയിലധികം രൂപ പല ആളുകൾക്കായി ലഭിക്കാനുണ്ട്. 5 ലക്ഷം 6 ലക്ഷം പോലെ. നിങ്ങളുടെ കണക്കിൽ 3 കോടി മാത്രമാണ്. ഇതിൽ 8 കോടി ഉണ്ടെന്ന് അവർ തെളിയിക്കട്ടെ. ഞാനത് വെല്ലുവിളിക്കുകയാണ്. ഇത് റിപ്പോർട്ടർ ചാനൽ തന്നെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളെ മുന്നിൽ ഞാൻ 8 കോടി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ 8 കോടി ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള കണക്ക് അവർ തരട്ടെ. 114 ആളുകളുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതിൽ പണം കൊടുക്കാൻ അതിൽ കുറഞ്ഞ പൈസക്ക് ചില ആളുകൾക്ക് കൊടുത്തു നിങ്ങൾ പറയുന്നുണ്ട്. അത് കൊടുത്തതിൻ്റെ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? 114 ആളുകളിൽ 30ഓളം ആളുകൾക്ക് ഫുൾ പൈസ കൊടുത്തതായിട്ടുള്ള കൃത്യമായ കണക്കും അതിൻ്റെ റെസീറ്റും അതിൻ്റെ ഡോക്യുമെൻസും നമ്മുടെ കയ്യിലുണ്ട്. ബാക്കിയുള്ള 70ഓളം ആളുകൾ 20ഓളം ആളുകൾക്ക് അതിലെന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ടായിട്ട് പല പേയ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 20ഓളം ആളുകളുമായിട്ട് കേസ് ഓൾറെഡി ഹൈക്കോടതിയിൽ കേസ് പല കോടതികളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കോടതിയിൽ സെറ്റിൽമെൻറ്റ് വിളിച്ചിട്ടുണ്ട് പല ഏരിയകളിലായിട്ട്. അത് അവിടെ പോയിട്ട് സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പരിപൂർണമായിട്ട് ഇതിൽപ്പെട്ട ആളുകളുടെ പൂർണ്ണമായ പണം കൊടുത്തിട്ട് ഞാൻ ഇനി മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു പ്രദേശത്തേക്കോ ഞാൻ നീങ്ങുള്ളൂ. കാരണം ഇത് 100% ഇതിൽപ്പെട്ട പാവങ്ങളാണ്. അവരെ കാശ് കൊടുക്കണം. ഇപ്പോൾ പറയുന്നത് കൃത്യമാണ്. നിങ്ങൾ പണം കൊടുക്കാനുണ്ട്, അത് കൊടുക്കും, നിശ്ചയ സമയത്തിൽ കൊടുക്കും. അത് കൊടുക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കിക്കാണാം, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇവരൊരു പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ നിങ്ങൾ അവരെ വെല്ലുവിളിച്ച് അവർ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനാണ് ശ്രമിച്ചതെന്നൊക്കെ പറയാം. അതൊക്കെ എന്ത് വാദകതയാണ് ശ്രീ അഫ്സൽ? ആരെങ്കിലും വെല്ലുവിളിച്ചു നിങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞു നിങ്ങൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നു? സമൂഹ മാധ്യമത്തിലൂടെ പറയാനുണ്ടായ കാരണം ഇതിൻ്റെ തലേ ദിവസം രാത്രി ഇതിൽപ്പെട്ട എനിക്കെതിരെ കേസ് കൊടുത്ത, ഞാൻ കാണാത്ത, എന്നോട് നേരിട്ട് ബന്ധമില്ലാത്ത
ഒരു കക്ഷി അഥവാ കോടതിയിൽ കേസ് ഉണ്ടെങ്കിൽ അറിയാലോ, പിന്നെ ബന്ധപ്പെടാനോ വേറെ രീതിയിൽ നമ്മൾ അവഹേളിക്കാനോ പാടില്ല. ആ വ്യക്തിയുടെ ഒരു വോയിസ് വരികയാണ്, ഇയാൾ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുകയാണ്, ഇയാൾക്കെതിരെ നാളെ സമരം നടത്തണം. ഞാനത് നെവറായിട്ടാണ് എടുത്തത്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് പോയി നിങ്ങൾ തീരുമാനിച്ചിരുന്നു മത്സരിക്കാനുള്ള ഒരു ധാരണ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് പുറത്താക്കിയല്ലേ, അപ്പോൾ പിന്നെ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. അത് സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മത്സരിക്കുമല്ലോ. എനിക്കിപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് മത്സരിക്കാം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കല്ലോ, സ്വാഭാവികമാണല്ലോ. പക്ഷേ ഈ പറയുന്ന കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പണം ആരുടെ നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിൽ ആഗ്രഹക്കേടൊന്നുമില്ല. ഇത് 100% തീർച്ചയായും നിങ്ങൾ തിരിച്ചു കൊടുക്കും. ആ രീതിയിൽ തന്നെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ഉന്നത ലീഗ് നേതാക്കൾ സഹായിച്ചിരുന്നു. അവരുടെ സ്വാധീനമുണ്ട്, അവരുടെ ഒരു വലിയ സഹായത്തും കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ആരോപണമുണ്ട്. സുഹൃത്തെ, ഞാൻ വളരെ ചെറുപ്പം മുതലേ പല മേഖലയിലും പ്രവർത്തിച്ചു പോകുന്ന ആളാണ്. ബിസിനസ് മേഖലയിൽ വളരെയധികം ഹൈ എൻഡിൽ നിന്നിരുന്ന ഒരാളാണ്. എനിക്ക് സഹായം തേടാൻ ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഈ ഒരു പ്രയാസം വന്നിട്ട് എൻ്റെ പാർട്ടിയിലെ ഒരു നേതാവിനെ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോലും ഞാൻ ഇടപെടുത്തിയിട്ടില്ല. ഒന്ന് എൻ്റെ പാർട്ടിയിലെ, അതുപോലെ ഇതര പാർട്ടിയിലെ എൻ്റെ സൗഹൃദങ്ങൾ വളരെ കൂടുതലാണ്, ചെറുതല്ല. ആ സൗഹൃദങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ മുന്നേ ഈ പ്രയാസങ്ങളെ പല രീതിയിൽ നേരിടാമായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞ ഭീഷണി, ഇവരെ ഞാൻ ഭീഷണിപ്പെടുത്തേണ്ട സാഹചര്യമില്ല. ഇവർ എൻ്റെ കുടുംബം നടത്തിയ ഒരു പരിപാടിയിലേക്ക് ഇവർ കയറി വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ സാഹചര്യത്തിലാണ് ഈ പറയുന്നത് എന്ത് ഗുണ്ടായിസം കാണിച്ചു മറ്റേ കാണിച്ചു. അത് നിങ്ങളെ കുടുംബത്തിലേക്കായാലും ഇവരല്ലാത്ത, അത് ഹാജിമാരല്ലാത്ത ആളുകൾ അവരെ പേരും പറഞ്ഞ് വെള്ളമടിച്ച് പല ആളുകൾ പയ്യന്മാർ വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ അല്ല, ഞാൻ പറയട്ടെ, ആത്യന്തികമായിട്ട് ഹജ്ജ് എന്ന് പറയുന്ന ഒരു പരിശുദ്ധ കർമ്മമാണ്. അങ്ങേക്ക് അറിയുന്നതാണ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. പ്രായമായ പാവപ്പെട്ട വർഷങ്ങളോളം അതിനുവേണ്ടി കാത്തിരുന്ന, അള്ളാഹുവിന് മുന്നിൽ എല്ലാം സമർപ്പിച്ച് ശരീരവും മനസ്സും സമർപ്പിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് വിമാനത്താവളത്തിലെത്തിയ സമയത്ത് ഹജ്ജിന് പോകാൻ കഴിയില്ല, അത് റദ്ദാക്കിയെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. അതിൽ പണം ലഭിക്കാതെ ഇക്കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മനപ്രയാസത്തിൽ കഴിയുന്ന ഇരകൾ, അവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഞാൻ അവരെ കൂടെ ആയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഈ ഹജ്ജ് തട്ടിപ്പ് എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്ത് ഇത്രയും അപകീർത്തിപ്പെടുത്തിയ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. എന്നിട്ടും ഞാൻ ഇന്നും ഈ നിലനിൽക്കുന്നത് അവരുടെ പണം കൊടുക്കണം. ഹജ്ജ് തട്ടിപ്പ് എന്ന് കൊടുക്കാൻ കാരണം നിങ്ങൾ ഇത്ര കാലമായിട്ടും പണം കൊടുക്കാത്തതുകൊണ്ടല്ലേ? അല്ല, അതിൽ ഈ ഹജ്ജ് തട്ടിപ്പ് എന്നുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് അവർ ആദ്യം തന്നെ ഇതിനെതിരെ സമരം തുടങ്ങിയത്. ആ രാജ്യമാരല്ല. നിങ്ങൾ സമരം ചെയ്ത ആളുകളെ അങ്ങനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ലല്ലോ. അവരുടെ പണം കിട്ടാത്തതിന്റെ പ്രയാസം അവർ പ്രതിഷേധത്തിലൂടെ അറിയിക്കല്ലേ? നിങ്ങൾ പണം കൊടുക്കാത്തതിന്റെ തൊട്ടടുത്ത ദിവസം, പണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ തൊട്ടടുത്ത ദിവസം അവർ പ്രതിഷേധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. അവർ നിങ്ങളോട് പല സമയങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംസാരിച്ചിട്ടും പോലീസിൽ പരാതി നൽകിയിട്ടും പല മധ്യസ്ഥർ വഴി ചർച്ച നടത്തിയിട്ടും പണം ലഭിക്കാതെ വന്നതോടെ 2 വർഷത്തിന് ഇപ്പുറമാണ് അവർ ഇത്തരം ഒരു വാർത്ത പുറത്തുവിടുന്ന അവർ സംസാരിക്കുന്നത്. അവരുടെ ഒരു മനപ്രയാസമല്ലേ? അവരുടെ മനസ്പ്രയാസത്തെ ഞാൻ എതിർത്തിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ എന്നെ കുറിച്ച് പല ആരോപണങ്ങൾ ഉന്നയിച്ചു. നിങ്ങൾ ഉന്നയിച്ചത് നിങ്ങളെ പേഴ്സണലല്ല, ഞാനും നിങ്ങളും തമ്മിലുള്ള പേഴ്സണൽ ബന്ധത്തിലല്ലല്ലോ സുഹൃത്തുക്കളായി ഉന്നയിച്ചത്. അവർ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ എന്നോട് ഉന്നയിച്ചു. ഈ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും എൻ്റെ അടുത്ത് മറുപടി ഉണ്ട്. ഞാൻ അതിന് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി തന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓറലി പറയുന്നുണ്ട്, ഈ പറയപ്പെടുന്ന ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ 314 ആളുകളിൽ 200 ആളുകൾ നിങ്ങൾ ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ട്. 114 ആളുകളിൽ 70ഓളം ആളുകൾക്കാണ് ഇനി പണം കൊടുക്കാനുള്ളത്. അതിൽ ചില ആളുകൾക്ക് പണം കൊടുത്തു നിങ്ങൾ ഓറലി പറയുന്നുണ്ട്. പക്ഷേ ഒരു തെളിവ് നിങ്ങൾ ഇതുവരെ ഹാജരാക്കി. തെളിവുകൾ ഹാജരാക്കാൻ ഞാൻ വരും ദിവസങ്ങളിൽ പണം കൊടുത്ത ആളുകളെയും നിങ്ങൾ പറയുന്നതിൻ്റെ കൂടെ തെളിവുകൾ ഹാജരാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾക്കെതിരെ പറയുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് തരുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളത് ഇത് വെറും ഒരു ഇതാക്കി മാറ്റരുത്. ഞാനൊരു എന്നൊരു ചോദ്യചിഹ്നത്തിലേക്ക് വെച്ച് നിൽക്കരുത്. ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ 100% അതിൻ്റെ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാനും ഇതിൻ്റെ ഫിസിക്കലി ആ ആളുകൾ, ഞാൻ പൈസ കൊടുത്ത ആളുകൾ ഫിസിക്കലി റിപ്പോർട്ടർ ചാനലിൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവരാനും റെഡിയാണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് വേറെ പറയാനില്ലല്ലോ. നിങ്ങളും ഞാനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല, നാട്ടുകാരെന്ന് പറയുന്നതല്ലോ ഇതിൻ്റെത്. കൃത്യമായി പൈസ കൊടുത്തു, എനിക്ക് കിട്ടി, ഞാൻ ഈ ഹജ്ജിൽ പോയ ആളാണ്, എനിക്ക് പൈസ കിട്ടിയെന്ന് പറയുന്ന ആളുകൾ എത്ര ആളുകളെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചാനലുമായിട്ട് കൊണ്ടുവെക്കാം. അപ്പോൾ അതെന്തായാലും ഇക്കാര്യത്തിൽ പണം നഷ്ടപ്പെട്ട ഇരകളോടൊപ്പമാണ്, അവരുടെ വേദന മനസ്സിലാക്കുക എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ കുറേ കാലമായി പറയുന്നതാണ്. പണം ലഭിക്കാത്ത പ്രയാസം കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയത് എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ഇരകൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. എന്തായാലും ഇവരുടെ പണം 1 വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നൽകാൻ പാകത്തിലുള്ള ഇടപെടൽ നടത്തും. അവരെ കൈവിടില്ല എന്നുള്ളതാണ് അഫ്സൽ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബശ്ശർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ.